1984 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും പ്രധാനമന്ത്രി ആയിട്ടില്ല ഇന്ത്യയിൽ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതിനുശേഷം നരസിംഹറാവു കോൺഗ്രസ്സുകാരനായിരുന്നു, മൻമോഹൻ സിംഗ് 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായി കോൺഗ്രസ്സുകാരനായിരുന്നു. അവരൊന്നും ആ ഡയനാസ്റ്റിയുടെ ഭാഗമല്ല. ഡയനാസ്റ്റി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബാധിപത്യം എന്ന് പറഞ്ഞ്. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1984 ശേഷം ആ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു നെഹ്റുവിയൻ മെമ്പർ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും അത് പറ്റുകയില്ല. എന്നിട്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നെഹ്റു കുടുംബം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്രയൊക്കെയാണ്? മോട്ടിലാൽ നെഹ്റു ജമ്മു കാശ്മീരിൽ നിന്നുള്ള വലിയ ധനികനായ ഒരു കുടുംബക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ അദ്ദേഹം ഈ കോൺഗ്രസ്സിന് വേണ്ടി ചെലവിട്ട ആളാണ്. നമുക്കറിയാം, തീൻമൂർത്തി ഭവനൊക്കെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതൊക്കെ കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ് ഗവൺമെൻറ്റിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ്സിനെ സേവിച്ചിട്ടുള്ളത്. ആ ഭവനത്തിൽ നിന്ന്, നെഹ്റു കുടുംബത്തിൽ നിന്ന് 2 രക്തസാക്ഷികൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. അതായത് ഇന്ദിരാഗാന്ധിയെ അവർ എന്താ പറയുക, എമർജൻസി ഡിക്ലെയർ ചെയ്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവർ ഓർക്കണം. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെ നട്ടെല്ലെന്ന്. കാരണം 1965, 66, 67 വർഷങ്ങളിലെ തുടർച്ചയായ വരൾച്ച മൂലം ഇന്ത്യ പട്ടിണിയിലേക്ക് മൂക്കുകുത്തി. ആ സമയത്ത് ലിൻഡൻ ബി ജോൺസൺ പറഞ്ഞു, അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ, അമേരിക്കൻ പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സാധാരണ തരാറുള്ള PL 480 ധാന്യം, പബ്ലിക് ലോ 480 അനുസരിച്ചുള്ള ധാന്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ധാന്യം തരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് എന്ന്. ആ കണ്ടീഷൻസ് എല്ലാം പാലിക്കാനൊക്കെ ഇന്ത്യ തയ്യാറായി. അങ്ങനെയൊക്കെ ധാന്യം കൊടുത്തു. പക്ഷേ അദ്ദേഹം ഒരു കാര്യവും കൂടി ചെയ്തു. നിങ്ങൾ ഗ്രീൻ റവല്യൂഷൻ, അതായത് കാർഷിക വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഹരിത വിപ്ലവത്തിന് കോപ്പ് കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് തന്നെ ശാസ്ത്രജ്ഞരെയും പുതിയ വിത്ത്, വളം, അതുപോലെയുള്ള സാമഗ്രികളുമായിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നു. അപ്പോൾ ഇവിടെ കാർഷിക മേഖലയിൽ പണമില്ല. അപ്പോൾ മിസ്സിസ് ഗാന്ധി എന്ത് ചെയ്തു? അവർക്ക് ബാങ്ക് വായ്പകൾ കിട്ടില്ല. കമേർഷ്യൽ ബാങ്കുകളൊന്നും കർഷകരോട് സൗഹൃദമുള്ളവരല്ല. അതൊക്കെ കമേർഷ്യൽ ബാങ്കുകളൊക്കെ നഗരത്തിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ മിസ്സിസ് ഗാന്ധി എന്ത് ചെയ്തു? 1969 നമുക്കൊക്കെ അറിയാം, ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് 14 ഏറ്റവും വലിയ കമേർഷ്യൽ ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. അവിടെയും നിന്നില്ല. 1980 വീണ്ടും 6 വലിയ കമേർഷ്യൽ ബാങ്കുകളെ കൂടി ദേശസാൽക്കരിച്ചു എന്ന് മാത്രവുമല്ല, ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി, അതായത് കാർഷിക മേഖലയ്ക്ക് നാമമാത്ര ചെറുതരം ഇടത്തരം കർഷകർക്ക്, വ്യവസായങ്ങൾക്ക്, നാമമാത്ര ചെറുതരം ഇടത്തരം സംരംഭകർക്ക് ഒക്കെ അതായത് പലിശ കുറഞ്ഞ വായ്പ. ഇപ്പോൾ ഇവിടെ 20 ലക്ഷം വരെ എന്ത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ പറയുന്ന തരത്തിലുള്ള വായ്പാ പദ്ധതികൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ വായ്പാ പദ്ധതികളെക്കാളൊക്കെ കൂടുതലായിട്ട്, അതായത് ഈ മുദ്രാ ലോൺ 20 ലക്ഷം വരെ കിട്ടുകയുള്ളൂ. പക്ഷേ മറ്റത് അങ്ങനെ ആയിരുന്നില്ല. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് ആവശ്യത്തിന് വായ്പ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാനാണ് മിസ്സിസ് ഗാന്ധി ആവശ്യപ്പെട്ടത്. കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും. അങ്ങനെയാണ് നാമമാത്ര ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. തീർന്നില്ല സുഹൃത്തുക്കളെ. ഇനി നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തൊട്ട്, അതായത് ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. VSSC പോലെയുള്ള ശാസ്ത്ര സംരംഭങ്ങൾ പരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യക്ക്, അതായത് സാങ്കേതിക മുന്നേറ്റത്തിനുള്ള അടിത്തറ ഇട്ടത് നെഹ്റുവിയൻ യുഗമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന നെഹ്റുവിനെയാണ്, അല്ലെങ്കിൽ നെഹ്റുവിയൻ ഫാമിലിയെയാണ് പരിഹസിച്ചുകൊണ്ട് ഇന്നലെ കയറി വന്ന നരേന്ദ്രമോദി
ഇങ്ങനെയൊക്കെയുള്ള, അതായത് എവിടെ പ്രസംഗിച്ചാലും നെഹ്റുവിയൻ ഫാമിലിയുടെ ഡൈനാസ്റ്റിയെ പറ്റി. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നില്ല, ചോദിക്കാനും ആരുമില്ല, എല്ലാവർക്കും ഭയമാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ED വന്ന് പിടികൂടും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്ന് പിടികൂടും എന്നൊക്കെ. അപ്പം അങ്ങനെയല്ല. സത്യത്തിൽ 1984 ശേഷം നെഹ്റു ഫാമിലിയിൽ നിന്നൊരു പ്രധാനമന്ത്രി പോലും വന്നിട്ടില്ല. പക്ഷേ ആ നെഹ്റു തുടങ്ങി വെച്ച സംരംഭങ്ങൾ നമുക്കറിയാം. ഇവിടുത്തെ നവരത്നങ്ങളായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയൊക്കെ പൊതുമേഖലയിൽ സ്ഥാപിക്കപ്പെട്ടത് ആ നെഹ്റുവിയൻ ഇറയിലാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ, അതായത് യാതൊരു മടിയുമില്ലാതെ കരിവാരി തേച്ചുകൊണ്ട് സ്വന്തം മുഖം മിനുക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയുമായിട്ട് ഇവർ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, അതായത് 5 ലക്ഷം രൂപ വരെ എന്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഷുറൻസ്, അതായത് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കും എന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് 2017 കൊണ്ടുവന്ന ഇവരുടെ, അതായത് ദേശീയ ആരോഗ്യ നയം പാസ്സാക്കാത്തത്, ഇതുവരെ നടപ്പിലാക്കാത്തത്? ദേശീയ ആരോഗ്യ നയം 2017 എന്താ പറയുന്നത്? 2020 ആകുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൽ GDPയുടെ 2.5% കുറയാതെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2020, 21, 22, 23 ബജറ്റുകൾ ഒന്ന് എടുത്തു നോക്കുക. ആ ബജറ്റുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 2% താഴെ മാത്രമാണ് GDPയുടെ, അതായത് ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പോലും നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഇല്ല. അതിൻ്റെ തെളിവല്ലേ സുഹൃത്തുക്കളെ? കോവിഡ് വന്ന കാലത്ത് നമ്മുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഗംഗാ നദിയിലൊക്കെ നിറയെ എന്താ പറയുക, ശവശരീരങ്ങൾ പൊങ്ങി നടന്നത് നമുക്ക് മറക്കാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലെ നദികളിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കാത്തത്? കാരണം തെക്കേ ഇന്ത്യ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്നു. അതേ സമയത്ത് വടക്കേ ഇന്ത്യയിൽ ആ പരിഗണന ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് 2017 കൊണ്ടുവന്ന ആരോഗ്യ സുരക്ഷ, ദേശീയ ആരോഗ്യ നയം കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാരവെച്ച് നടപ്പാക്കിയിട്ടില്ല. ആ നയത്തിൽ പറയുന്നത് 2020 ആകുമ്പോഴത്തേക്കും സംസ്ഥാനങ്ങൾ അവരുടെ GSDPയുടെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. അത് സംസ്ഥാനങ്ങളും ചെയ്യുന്നില്ല. പക്ഷെ അതൊന്നും അന്വേഷിക്കാൻ കേന്ദ്രം കൂട്ടാക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗം ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടായി. അപ്പോൾ ഇതുപോലെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റുകളിൽ പറഞ്ഞിട്ട് ഒട്ടും പൂർത്തിയാക്കാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം പൂർത്തിയാക്കിയ, അങ്ങനെ ആ ദേശീയ ആരോഗ്യ നയം പോലെയുള്ള കേന്ദ്ര നയങ്ങൾ അതൊക്കെ ബജറ്റിൽ പറഞ്ഞതാണ്, ബജറ്റിൽ കൊണ്ടുവന്നതാണ്. അതുപോലെ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്തുമെന്ന് പ്രകടന പത്രികയിലും പറഞ്ഞതാണ്. പക്ഷേ അത് ഇതുവരെ, അതായത് ഇപ്പോൾ 23, 24 കൊണ്ടുവന്ന ഇന്ത്യൻ ബജറ്റിൽ 2%, 2.5% ആരോഗ്യത്തിന് മാറ്റിവെച്ചില്ല എന്നതിൽ എനിക്ക് പരിഭവമില്ല. കാരണം അതൊരു ഇൻ്ററിം ബജറ്റ് മാത്രമാണ്. പൂർണ്ണ ബജറ്റ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഗവൺമെൻറ്റാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആണ് നരേന്ദ്രമോദി ബജറ്റിൽ പറഞ്ഞത്, പ്രകടന പത്രികയിൽ പറഞ്ഞത് ഒന്നും നടപ്പാക്കിയിട്ടില്ല. എന്നിട്ടാണ് പുരപ്പുറത്ത് കയറിയുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു 100 എക്സാമ്പിൾസ് എനിക്ക് ചൂണ്ടിക്കാണിക്കാം. 2010, 14, 15 മുതൽ 24 വരെ നടന്ന ബജറ്റുകളിൽ പറഞ്ഞ പ്രോമിസുകൾ അതിൽ എത്ര പൂർത്തീകരിക്കപ്പെട്ടു എന്നെനിക്ക് ചോദിക്കാം. അതിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട, അതായത് പ്രധാനമെന്ന് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും അപ്രധാനമായത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: രാമരാജ്യം. അതായത് രാമരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാമജന്മഭൂമിയിൽ റാം മന്ദിറിൻ്റെ പൂർത്തീകരണം, അത് മാത്രമാണ്. അത് ആദ്യം മുതലേ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന പ്രകടന പത്രികയിലെ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയാണ് പൂർത്തീകരിച്ചത്. കാരണം അത് അതായത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ആ ശ്രീരാമൻ പുനർജനിച്ച് വരികയാണ്. അതായത് ഇവിടെ വീണ്ടും ഭരിക്കാൻ വേണ്ടി വരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം
എന്തായിരുന്നു, ഉത്തമ പുരുഷനായിരുന്നു എന്നാണ് പറയുന്നത്. നീതിമാനായ രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം നീതിമാനായിരുന്ന രാജാവായിരുന്നു എങ്കിൽ, അതായത് അഗ്നിശുദ്ധി വരുത്തിയ സ്വന്തം ഭാര്യയെ പ്രജകൾ, അതായത് രാവണൻ്റെ കൂടെ പോയി ജീവിച്ച സ്ത്രീയെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു എന്ന് ഒരു പ്രജ ക്രിട്ടിസൈസ് വിമർശിക്കുന്നത് ചാരന്മാർ വന്ന് അദ്ദേഹത്തെ അറിയിച്ചതിൻ്റെ പേരിലാണ് ഗർഭിണിയായിരുന്ന സീതാദേവിയെ അദ്ദേഹം തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഉപേക്ഷിച്ച ആ രാജാവ്, അദ്ദേഹം നീതിമാനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നീതിമാനായ രാജാവാണ് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ പുനർജനിച്ചു വന്നാൽ ഈ രാമജന്മഭൂമിയാണോ, എൻ്റെ കോടിക്കണക്കിന് പട്ടിണി കിടക്കുന്ന ജനങ്ങളാണോ നിങ്ങൾക്ക് പ്രധാനം എന്ന് ചോദിച്ച് അദ്ദേഹം ഇവരെയെല്ലാം കഴിവിലേറ്റുമെന്നതിന് സംശയമില്ല. അപ്പോൾ അതാണ് ഇവരുടെ ഉദ്ദേശശുദ്ധി. ഇവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന അസംബന്ധങ്ങൾ, അതായത് കാര്യകാരണ സഹിതം തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് ആണ് ഊതി വീർപ്പിച്ച ബലൂണുകൾ പോലെ ഇവരൊക്കെ വളർന്ന് വികസിക്കുന്നത്. കാറ്റുകൊണ്ടാൽ ആ ബലൂൺ പൊട്ടും. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ആ ബലൂൺ പൊട്ടിക്കുന്ന കാറ്റാകട്ടെ, അല്ലെങ്കിൽ ഒരു സൂചിയായി മാറട്ടെ എന്നാണ് എനിക്കിവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്.